Dear students, today we are going to discuss the unit Understanding of Maps. Understanding of Maps from your 7th standard social science. I am your Regi teacher. Okay. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ നമുക്ക് ക്രിസ്റ്റോഫർ കൊളംബസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തത് കാണാം അല്ലേ. നിങ്ങളത് വായിച്ചു നോക്കുക. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ക്രിസ്റ്റോഫർ കൊളംബസ് ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലിയിൽ നിന്ന് വന്ന ആളായിരുന്നു. ഇറ്റലി എവിടെയാണ്? യൂറോപ്യൻ കൺട്രിയാണ് അല്ലേ. അദ്ദേഹം ഒരു സെയിലറായിരുന്നു, ഒരു എക്സ്പ്ലോറർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം കപ്പൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് അറിയാനിടയായി, ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ച് അറിയാനിടയായി. അപ്പോൾ അതിലേക്ക് ആകൃഷ്ടനായ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്ര തുടങ്ങി. എന്നായിരുന്നു അദ്ദേഹം കപ്പൽ യാത്ര ഇന്ത്യയിലോട്ട് നയിച്ചത്? 1492. He started his first voyage in search of India through the Atlantic Ocean in 1492 AD. യൂറോപ്പിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ വഴി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്താനാണ് ശ്രമിച്ചത് അല്ലേ. ഏത് വർഷമായിരുന്നു? 1492 AD അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് വോയേജ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലെത്തിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാമേ. അദ്ദേഹത്തിൻ്റെ വോയേജിൻ്റെ സമയത്ത്, അത് യാത്രയുടെ സമയത്ത് അദ്ദേഹം ഡയറക്ഷൻസും ലൊക്കേഷനും ഒക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് മാപ്പും ഗ്ലോബും ഒക്കെ എടുത്തിരുന്നു. ആ മാപ്പ് എങ്ങനെയുള്ള മാപ്പും ഗ്ലോബും ആയിരുന്നു ടീച്ചർ പറഞ്ഞു തരായേ. ലാർജ് ലെതർ റാപ്ഡ് ഗ്ലോബ് ഓൺ വിച്ച് പ്ലേസസ് വെർ മാർക്ക്ഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലോബ് എങ്ങനെയുള്ളായിരുന്നു? വലിയ ലെതർ കൊണ്ട് പൊതിഞ്ഞ ഗ്ലോബുകളായിരുന്നു. ലെതർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ അല്ലേ, അനിമൽ സ്കിൻ വെച്ചിട്ടുണ്ടാക്കിയ ഗ്ലോബുകളും മാപ്പും ഒക്കെയായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. എന്തിനു വേണ്ടി? ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് ഓരോ യാത്രയല്ലേ, അറ്റ്ലാന്റിക് ഓഷനിലൂടെയുള്ള യാത്രയാണല്ലോ, ഏത് ദിശയിലൂടെ ഇപ്പോൾ ഏത് ഡയറക്ഷനിലൂടെ പോകണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ പോലെ നമ്മുടെ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു അല്ലേ പണ്ടൊക്കെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഗ്ലോബിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം യാത്ര തിരിക്കുകയായിരുന്നു. എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്ന് അദ്ദേഹം അറ്റ്ലാന്റിക് ഓഷ്യൻ വഴി ഇന്ത്യയിലെത്താൻ വേണ്ടി അദ്ദേഹം യാത്ര തിരിക്കുകയായിരുന്നു. ഹി ഓൾസോ took other spheres to mark locations of stars. അതേപോലെ മറ്റു ഗ്ലോബുകൾ അദ്ദേഹം എടുത്തായിരുന്നു. കാരണം സ്റ്റാർസിൻ്റെയൊക്കെ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്ത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ മാപ്പിനെക്കാട്ടും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാപ്പും അദ്ദേഹം സൃഷ്ടിക്കുകയും വേണം. കൂടാതെ വഴി തെറ്റാതെ ഇന്ത്യയിലേക്ക് എത്തുകയും വേണം. ആ ഒരു ലക്ഷ്യത്തോടുകൂടി ആരെപ്പറ്റി നമ്മൾ പറയുന്നത്? ക്രിസ്റ്റോഫർ കൊളംബസ് യാത്ര തിരിക്കുകയുണ്ടായി കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യയിലെത്താൻ സാധിച്ചോ? ഇല്ല. കൊളംബസ് ലോസ്റ്റ് ഹിസ് റൂട്ട് ആൻഡ് റീച്ച് സം ഐലൻഡ്സ് നിയർ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്. നോർത്ത് അമേരിക്കയിലെ മറ്റു ചില കോണ്ടിനെൻറ്റിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇന്ത്യയിലെത്തേണ്ടതിന് അദ്ദേഹം നേരെ ഇങ്ങോട്ടേക്കാണ് പോയത്. നോക്കിയേ കൊളംബസിൻ്റെ റൂട്ട് നോക്കിയേ. യൂറോപ്പിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ വരുന്നതിന് പകരം അദ്ദേഹം വഴി തെറ്റി നോർത്ത് അമേരിക്കയിൽ ഇവിടെ ചില കോണ്ടിനെൻറ്റ്സിൽ, ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്സിലെ ചില ഐലൻഡ്സിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയുണ്ടായി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചതിൻ്റെ ഒരു ചെറിയൊരു സമ്മറിയാണ് ടീച്ചറിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റോഫർ കൊളംബസിൻ്റെ ഫസ്റ്റ് വോയേജ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ, ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വോയേജ് നോക്കി. പക്ഷേ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് എത്താൻ പറ്റിയില്ല. ഓക്കെ, അടുത്തതായി നമുക്ക് ഫെർഡിനാൻഡ് മെഗലൻ്റെ യാത്രയെക്കുറിച്ച് നോക്കാം. അദ്ദേഹം യൂറോപ്പിൽ നിന്നുള്ള ആൾ തന്നെയായിരുന്നു, പോർച്ചുഗീസുകാരനായിരുന്നു. 16th സെഞ്ച്വറിയിലെ ആ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് നോക്കായേ. He started his voyage from Europe in 1519 with the aim to travel through the Atlantic Ocean and the Pacific Ocean and to return to Europe. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്? He started his voyage from Europe. ഏത് വർഷമായിരുന്നു? 1519. സെപ്റ്റംബർ 1519 he started his voyage. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു to travel around the world. യൂറോപ്പ്, ഈ വേൾഡിന് ചുറ്റും യാത്ര ചെയ്യണമെന്നായിരുന്നു അല്ലേ. അങ്ങനെ ആ ഒരു എയിം വെച്ചിട്ട് അദ്ദേഹം ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്ത് കണ്ട? അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പസഫിക് ഓഷ്യനിലൂടെ അദ്ദേഹം തിരിച്ച് യൂറോപ്പിൽ എത്താനുള്ള ഒരു ഇൻറ്റൻഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്ര സുഗമമാക്കാൻ വേണ്ടി, കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് മാപ്സ് കരുതിയിരുന്നു. ഡയറക്ഷൻസ് ഒക്കെ തെറ്റാതെ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം കുറേ മാപ്പുകൾ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. 16th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന മാപ്പാണ് അദ്ദേഹം കരുതിയിരുന്നത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടരും കൂടി 1519 സ്റ്റാർട്ട് ചെയ്ത ആ യാത്ര ഇങ്ങനെ
കറങ്ങി അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ പസഫിക് ഓഷ്യനിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഭൂമി ചുറ്റി ഇവിടെ 1521 ആയപ്പോൾ, ഏതാണ് 1521 ആയപ്പോൾ അവരെവിടെ എത്തിയെന്നറിയോ? ഫിലിപ്പീൻ ഐലൻഡ്സിലെത്തി. പക്ഷെ അപ്പോൾ തന്നെ കുറേ വർഷം കഴിഞ്ഞല്ലേ, 1519 സ്റ്റാർട്ട് ചെയ്തിട്ട് 1521 ആയപ്പോഴാണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഫിലിപ്പീൻ ഐലൻഡ്സിലെത്തിയത്. അവിടെ വെച്ചിട്ട് മാക്ടാൻ ഐലൻഡ്സിലെ കുറച്ച് ആൾക്കാരുമായിട്ട് ഈ മെഗലൻ്റെ കപ്പലിലെ ആൾക്കാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ആ ഒരു യുദ്ധത്തിൽ ആര് മരിക്കുകയുണ്ടായി? നമ്മുടെ ഫെർഡിനാൻഡ് മെഗലൻ മരിച്ചു. പക്ഷെ എന്നിട്ട് പോലും പിന്നീട് ബാക്കിയുള്ള ആൾക്കാർ ഈ യാത്ര കണ്ടിന്യൂ ചെയ്തേ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവർ തിരിച്ച് യൂറോപ്പിൽ തന്നെ എത്തി. എന്നാണ് എത്തിയത്? 1522 3 വർഷം എടുത്തു അല്ലേ. ദേ ടു 3 years ടു റിട്ടേൺ ബാക്ക് ടു യൂറോപ്പിലോട്ട് അവർ തിരിച്ചെത്താൻ 3 വർഷം എടുത്തു. അപ്പോൾ ഈ 1519 അവർ സ്റ്റാർട്ട് ചെയ്തല്ലേ, 1519 അവർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു യാത്ര അത് ഇത്രയും വർഷം നീണ്ടപ്പോൾ തന്നെ കപ്പലിലുള്ള ആൾക്കാർ നമ്മൾ വളരെയേറെ കലഹങ്ങളൊക്കെ ഉണ്ടായി, കുറേ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടായി. ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു അല്ലേ. അങ്ങനെ അവർ 1521 ആയപ്പോഴോ ഫെർഡിനാൻഡ് മെഗലൻ മരിച്ചു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ ഈ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അവർ യൂറോപ്പിലെത്തി. എത്ര വർഷം എടുത്തു? 3 വർഷം എടുത്തു. അപ്പോൾ ഫെർഡിനാൻഡ് മെഗലൻ്റെ കപ്പൽ യാത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അല്ലേ. അദ്ദേഹവും അന്നുണ്ടായിരുന്ന മാപ്പൊക്കെ കരുതിയാണ്, എല്ലാം കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം 3 വർഷം എടുത്തു അല്ലേ. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആരെ പറ്റിയായിരുന്നു? ക്രിസ്റ്റോഫർ കൊളംബസിനെ പറ്റി. പിന്നീട് പറഞ്ഞത് ഫെർഡിനാൻഡ് മെഗലിനെ പറ്റി. ഇനി മറ്റൊരാളെ പറ്റി പറയാമേ. ലെഫ്റ്റനൻറ്റ് കമാൻഡർ അഭിലാഷ് ടോമി. ആരാണ് ലെഫ്റ്റനൻറ്റ് കമാൻഡർ അഭിലാഷ് ടോമി? നമ്മളുടെ കേരളത്തിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തൃപ്പൂണിത്തറയിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതൊരു ഇന്ത്യൻ സെയിലറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിനും ഇങ്ങനെ ഭൂമി ചുറ്റിക്കറങ്ങണം എന്നുള്ളൊരാഗ്രഹത്തോടുകൂടി അദ്ദേഹം യാത്ര തിരിക്കുകയുണ്ടായി. എവിടെ നിന്നാണ്? മുംബൈയിൽ നിന്ന് നവംബർ 2012 അദ്ദേഹം യാത്ര തിരിച്ചു. He set out a sea voyage around the world from Mumbai in November 2012. He traveled around the world and returned to Mumbai on 31st March 2013. അങ്ങനെ 2012 നവംബർ 2012 യാത്ര തിരിച്ച് അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കറങ്ങി എവിടെ എത്തി? തിരിച്ച് മുംബൈയിൽ തന്നെ എത്തി. എന്നാണ് 2013 അദ്ദേഹം തിരിച്ച് മുംബൈയിൽ തന്നെ എത്തി. അപ്പോൾ എത്ര ദിവസം എടുത്തു അദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് ചുറ്റിക്കറങ്ങാൻ വേണ്ടി, ചുറ്റി തിരിച്ച് മുംബൈയിൽ തന്നെ എത്താൻ വേണ്ടി? വെറും 150 days അദ്ദേഹം എടുത്തുള്ളൂ അല്ലേ. കണ്ടോ? അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞോ ഫെർഡിനാൻഡ് മെഗലനും അവരുടെ മറ്റ് സെയിലേഴ്സും 3 വർഷം എടുത്തു. അതിനു മുമ്പ് ക്രിസ്റ്റോഫർ കൊളംബസോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്താനേ പറ്റിയില്ല, വഴി തെറ്റിപ്പോയി. ഇപ്പോൾ നോക്കേ അഭിലാഷ് ടോമിയുടെ കാര്യം നോക്കേ. 2013 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലേ. അദ്ദേഹത്തിൻ്റെ സഹായിച്ചത് എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ യാത്ര ഇതേപോലെ കണ്ടോ, മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിച്ച് ഈ പസഫിക് ഓഷ്യനിലൂടെയും ഇന്ത്യൻ ഓഷ്യനിലൂടെയൊക്കെ കറങ്ങി അദ്ദേഹം തിരിച്ച് മുംബൈയിൽ തന്നെ എത്താൻ വേണ്ടി അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്ത ആ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. In the ancient times, there were no maps or other sophisticated equipments to help the voyagers to continue their voyage. എന്തുകൊണ്ടാണ് നമ്മുടെ കൊളംബസിനും ഫെർഡിനാൻഡ് മെഗലനും പ്രോപ്പറായിട്ട് അവരുടെ ആ വോയേജ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞത്? കൊളംബസിന് വഴി തെറ്റി അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിച്ച അദ്ദേഹം ഇന്ത്യയിൽ വരാൻ പറ്റാതെ വഴി തെറ്റി നോർത്ത് അമേരിക്കയിലെ മറ്റ് ഐലൻഡ്സിലോട്ട് പോയി. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ വഴി തെറ്റാൻ കാരണം അദ്ദേഹത്തിൻ്റെ വേ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വോയേജ് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയ മോഡേൺ മാപ്സോ എക്യുപ്മെൻറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. പക്ഷേ അതേപോലെ തന്നെ മെഗലൻ്റെ വോയേജേഴ്സിനും എന്ത് സംഭവിച്ചു? മെഗലൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെയിലേഴ്സിനും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ട് വേ മനസ്സിലാക്കാൻ പറ്റാതെ അവർ കുറേ വർഷം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് തിരിച്ചവരുടെ അവർ സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ തന്നെ തിരിച്ചെത്താൻ വേണ്ടി. പക്ഷേ അഭിലാഷ് ടോമിയുടെ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചല്ലോ അഭിലാഷ് ടോമിയെക്കുറിച്ച്. അഭിലാഷ് ടോമി വെറും 150 days എടുത്തുള്ളൂ തിരിച്ച് എത്താൻ വേണ്ടി. അത് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് മാപ്സ് ഉണ്ടായിരുന്നു, മോഡേൺ ടെക്നോളജീസ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സഹായത്തോടുകൂടി
വഴിയൊന്നും തെറ്റാതെ അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിച്ചു കേട്ടോ. വാട്ട് വി അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ കമ്പയറിംഗ് ദ വോയേജസ് ഓഫ് കൊളംബസ്, മെഗലൻ, അബ്ലാഷ് ടോമി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇൻ ദ ഏൻഷ്യന്റ് ടൈം ദർ വർ നോ മാപ്സ് ഓർ അതർ sophisticated equipments to help the voyagers to continue their voyage. But in the modern world, there are accurate and detailed maps, modern technologies with which one can travel around the world without losing the way. അപ്പോൾ നമുക്ക് മാപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഒരാൾക്ക് ഒരു പ്ലേസിലേക്ക് കറക്റ്റായിട്ട് എത്തണമെങ്കിൽ മാപ്പിൻ്റെയൊക്കെ ഒത്തിരി ഹെൽപ്പ് നമുക്ക് ആവശ്യമായിട്ട് വന്നു അല്ലേ. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ മൊബൈലിലൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് ഒരു പ്ലേസിൽ നിന്ന് മറ്റു പ്ലേസിലോട്ട് കറക്റ്റായിട്ട് ലൊക്കേഷൻ ഒന്നും തെറ്റാതെ പോകാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ മോഡേൺ വേൾഡിൽ നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏൻഷ്യൻ വേൾഡിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ മാപ്പ് ശരിക്കും പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡൊന്നും അല്ലാത്ത മാപ്പൊക്കെ യൂസ് ചെയ്താണ് അവരിങ്ങനെ ഓരോരോ പ്ലേസിലോട്ട് പോയത്, പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ ആ യാത്രയിൽ കണ്ടെത്തുന്ന ലൊക്കേഷൻസൊക്കെ അവർ നോട്ട് ചെയ്ത് ഈ മാപ്പിൽ ഓരോ അഡീഷൻസ് ഒക്കെ വരുത്തി പഴയ മാപ്പിലോട്ട് അവർ പുതിയ പുതിയ കുറേ കൂട്ടിച്ചേർക്കലൊക്കെ നടത്തിയാണ് നമ്മൾ ഇന്ന് കാണുന്ന മാപ്പുകളൊക്കെ അതിൻ്റെ കറക്റ്റ് ഫോമിലായത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മാപ്പ് എന്ന് നോക്കാം. മാപ്പിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത്സ് സർഫേസ് ഓൺ എ 2-dimensional പ്ലെയിൻ ഈസ് കോൾഡ് എ മാപ്പ്. ട്രൂ റെപ്രസെൻറ്റേഷൻ, കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ലേ. എന്തിൻ്റെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ? ഫീച്ചേഴ്സ് ഓഫ് എർത്ത്സ് സർഫേസ്, ഭൂമിയുടെ ഫീച്ചേഴ്സ്, ഭൂമിയുടെ സവിശേഷത, എർത്തിൻ്റെ സർഫേസിൻ്റെ ഫീച്ചേഴ്സ്, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ആ സവിശേഷതകളുടെ കറക്റ്റ് റെപ്രസെൻറ്റേഷനാണ് എങ്ങോട്ടേക്കുള്ള ഒരു 2-dimensional പ്ലെയിനിലോട്ടുള്ള കറക്റ്റ് റെപ്രസെൻറ്റേഷനാണ് എന്ത് ഈ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാതെ പഠിക്കുക. വേരിയസ് ഫീൽഡ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ്. ഏതൊക്കെ ഫീൽഡ്സിലാണ്, ഏതൊക്കെ സെക്ടേഴ്സിലാണ് മാപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാമല്ലേ, ജിയോഗ്രഫി പഠിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും മാപ്പിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. നമ്മൾ ഒരു കേരളത്തിനെക്കുറിച്ച്, കേരളത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി പഠിക്കണമെങ്കിൽ എല്ലാം നമ്മൾ മാപ്പിൻ്റെ ഹെൽപ്പോടു കൂടിയല്ലേ നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ ജിയോഗ്രഫി പഠിക്കണമെങ്കിൽ നമുക്ക് മാപ്പ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ അറ്റ്ലസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അറ്റ്ലസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തിരി മാപ്സ് ഒന്നിച്ചപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ്, ഇന്ത്യയുടെ സോയിൽ ടൈപ്സ്, ഇന്ത്യയുടെ ഓരോ എന്താണ് വെജിറ്റേഷൻ, അങ്ങനെ കാണിക്കുന്ന എല്ലാ മാപ്പും ഒന്നിച്ച് വെച്ചിട്ടുള്ളൊരു ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ആ ബുക്കിനെയാണ് എന്ത് പറയുന്നത്, അറ്റ്ലസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറ്റ്ലസ് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവേ. അതേപോലെ അറ്റ്ലസ് യൂസ് ചെയ്യും, നമ്മൾ പൊളിറ്റിക്കൽ മാപ്പ് യൂസ് ചെയ്യും, റോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റിയ മാപ്സ് അവൈലബിൾ ആണ്. നമ്മളതെല്ലാം ജിയോഗ്രഫി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതേപോലെ ജിയോഗ്രഫി പഠിക്കാൻ വേണ്ടി മാത്രമാണ് മാപ്പ് യൂസ് ചെയ്യുന്നത് അല്ല. ഡിഫൻസ്, നമ്മുടെ പ്രതിരോധ മേഖല, അവരും മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നൈബറിങ് കൺട്രീസോ മറ്റാരെങ്കിലും ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണെങ്കിൽ നമ്മുടെ മിലിറ്ററിയിലെ ആൾക്കാർ എന്ത് ചെയ്യും, ആ മാപ്പ് അവരുടെ കയ്യിലുള്ള മാപ്പ് വെച്ചിട്ട് അവർ നമ്മുടെ ഓരോ ബോർഡേഴ്സൊക്കെ കറക്റ്റായിട്ട് എവിടേക്കാണോ നമ്മൾ സോൾജേഴ്സ് നിൽക്കേണ്ടത്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സോൾജേഴ്സ് എവിടേക്കാണോ നമുക്ക് സംരക്ഷണം തരാൻ വേണ്ടി നിൽക്കേണ്ടതെന്നൊക്കെ അവർക്ക് കാണിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള മാപ്പ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാം മോഡേൺ ടെക്നോളജീസൊക്കെ ഉണ്ട്. നല്ല മാപ്പെല്ലാം പണ്ടത്തെ പോലെ നല്ലൊരു പേപ്പറിലോ അങ്ങനെയൊന്നുമല്ല, എല്ലാം കുറച്ചും കൂടി കമ്പ്യൂട്ടറിൻ്റെ അസിസ്റ്റൻസോടുകൂടിയ മാപ്പാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ മിലിറ്ററി പീപ്പിൾസിനൊക്കെ നമ്മൾ ശരിക്കും സംരക്ഷിക്കാൻ പറ്റാറുണ്ട് മാപ്പിൻ്റെ അസിസ്റ്റൻസോടുകൂടി തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ജിയോഗ്രഫി പഠിക്കുന്നതിനും വേണ്ടി മാപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ഡിഫൻസിലെ ആൾക്കാർക്കും മാപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നോക്കി, ഒരു ടൂറിസ്റ്റിന് മാപ്പ് ആവശ്യമുണ്ടോ? ഷുവറായിട്ടും അല്ലേ. ടൂറിസ്റ്റിന് ഒരു ലൊക്കേഷൻ, അവർക്ക് പോകേണ്ട ലൊക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് എത്തിപ്പെടണമെങ്കിൽ അവർ മാപ്പിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് പോകാറ്. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം നിർവഹിക്കുന്ന ആൾക്കാർക്കും മാപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജിൻ്റെയോ ഒക്കെ കറക്റ്റ് ബോർഡേഴ്സും അവിടുത്തെ പ്ലേസസൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഭരണം നിർവഹിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഗവൺമെൻറ്റില്ല അല്ലെങ്കിൽ ഓഫീസേഴ്സിനൊക്കെ മാപ്പ് അവർ നോക്കാറുണ്ട്. കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനൊക്കെ റോഡ്, റെയിൽവേ, എയർവേസ്, അങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും മാപ്പ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഫീൽഡ് മാത്രമല്ല, ഒത്തിരി ഉണ്ട് അല്ലേ. ഒത്തിരി സെക്ടേഴ്സ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ജിയോഗ്രഫി ഒന്നുകൂടി നമുക്ക് സമ്മറൈസ് ചെയ്യാറേ.
ലേണിംഗ് ജോഗ്രഫി, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്, എഡ്യൂക്കേഷണൽ സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, എക്കണോമിക് സെക്ടർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സെക്ടർ, ക്ലൈമറ്റിക് സെക്ടർ, അങ്ങനെ എല്ലാ ഫീൽഡിലും നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ജിയോഗ്രഫി പഠിക്കാൻ യൂസ് ചെയ്യുന്ന മാപ്പ് ആയിരിക്കില്ല ഡിഫൻസ് ആ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യണം. അങ്ങനത്തെ മാപ്പ് ആയിരിക്കില്ല ടൂറിസ്റ്റുകാർ യൂസ് ചെയ്യണം. അപ്പോൾ ഓരോ മാപ്പും വ്യത്യസ്തമായിരിക്കും. ഏത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ യൂസ് ചെയ്യണം ആ യൂസിനനുസരിച്ചുള്ള മാപ്പായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ പ്രിപ്പയർഡ് ഫോർ വേരിയസ് പർപ്പസ്. ആ കാര്യം കൂടി നമുക്ക് മനസ്സിലായി. പലതരത്തിലുള്ള മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണോ നമ്മുടെ പർപ്പസ് അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് മാപ്പിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയാലോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ കാണാം. ആ പിക്ചർ എന്താണെന്ന് വെച്ചാൽ മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് പ്രിപ്പയർഡ് ഓൺ ബേക്ക്ഡ് ക്ലേ പ്ലേറ്റ്സ് about 5,000 years ago are considered the oldest map. നമ്മൾ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് മാപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ മെസപ്പൊട്ടോമിയൻ ആ ഒരു കാലഘട്ടം മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വലിയ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കും. ആ മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സിൽ നിന്ന് കണ്ടെത്തിയ ഒരു മാപ്പായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ പേപ്പറിലോ ഒന്നുമല്ല ആ ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ക്ലേ ബേക്ക് ചെയ്തിട്ടാണ്. ചെളി ഇങ്ങനെ ചുട്ട് ആ ഒരു പ്ലേറ്റ് പോലെ ആക്കിയിട്ട് അതിലാണ് ഈ മാപ്പ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അത് 5,000 years ago ആണ് നമ്മൾ ഈ മാപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് മാപ്പ് എന്ന് നമ്മളിപ്പോൾ കരുതപ്പെടുന്നത് ഈ മെസപ്പൊട്ടോമിയൻ പ്ലേസിൽ നിന്ന് കണ്ടെത്തിയ ഈ ഒരു മാപ്പാണ്. പിന്നീട് തൊട്ട് നോക്കി അതിൽ നിന്നും പിന്നീടുള്ള കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ അതിലും കുറച്ചും കൂടിയൊക്കെ ഡെവലപ്ഡ് ആയിട്ടൊരു മാപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് അനാക്സിമാൻഡർ എന്ന ഒരാൾ ഉണ്ടാക്കിയ മാപ്പാണത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് യൂറോപ്പ്, ഏഷ്യയൊക്കെ നമുക്കിവിടെ ആ പ്ലേസൊക്കെ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നോട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. Maps were prepared on leather and bronze plates during the period of Greek philosopher Anaximander, who is believed to have prepared the first map. അപ്പോൾ കുറച്ചും കൂടി കറക്റ്റ് മാപ്പ്, ഒരു ഏകദേശം ഒരു മാപ്പിൻ്റെ രൂപത്തിലാക്കിയ ഒരു മാപ്പ് നമ്മൾ കണ്ടത് അനാക്സിമാൻഡറിൻ്റെ ആയിരുന്നു. ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മാപ്പ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ മാപ്പിന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഓൾഡസ്റ്റ് മാപ്പ് 5,000 നമ്മൾ ഈ മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ഫസ്റ്റ് മാപ്പ് ഏകദേശം കറക്റ്റ് ഫസ്റ്റ് മാപ്പ് നമ്മൾ കണ്ടത് അനാക്സിമാൻഡറിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിനെയാണ് ഫസ്റ്റ് മാപ്പ് ഉണ്ടാക്കിയ ആളെ നമ്മൾ വിശ്വസിക്കുന്നത്. അനാക്സിമാൻഡർ ഈസ് ബിലീവ്ഡ് ടു ഹാവ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് മാപ്പ്. അനാക്സിമാൻഡർ ആരായിരുന്നു? ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ മാപ്പ് എങ്ങനെ ഉണ്ടാക്കിയത്? ലെതറിലും ബ്രോൺസിലും ഒക്കെയാണ് പിന്നീട് മാപ്പ് ഉണ്ടാക്കിയത് കേട്ടോ. പണ്ട് ബേക്ക്ഡ് ക്ലേയിലായിരുന്നെങ്കിൽ പിന്നീട് ലെതറിലും ബ്രോൺസിലും ഒക്കെയാണ് മാപ്പ് ഉണ്ടാക്കി പോകുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെയും നമ്മളിപ്പോൾ അനാക്സിമാൻഡറിൻ്റെ മാപ്പ് കണ്ടു. അതിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പ് പിന്നെ കാണാം. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നതോറും കുറച്ചും കൂടി ആക്യുറേറ്റും ആയിട്ടുള്ള മാപ്പുകളൊക്കെ പിന്നീട് വരാൻ തുടങ്ങി. The inventions of the Greek mathematician Eratosthenes, the contributions of the astronomers like Hipparchus and Ptolemy helped in preparing maps. Eratosthenes, Hipparchus, Ptolemy ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് മാപ്പ് മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് മാപ്പ് മേക്കിങ്ങിന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്ത് കുറേ അഡീഷൻസും നമുക്ക് കൂട്ടിച്ചേർക്കാനൊക്കെ പറ്റി കേട്ടോ. കുറച്ചും കൂടി കറക്റ്റ് ആക്കാൻ പറ്റി മാപ്പ്. കൂടാതെ നമ്മൾ തൊട്ട് മുമ്പ് കൊളംബസിൻ്റെയും മെഗലൻ്റെയൊക്കെ കപ്പൽ യാത്രയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവർ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും. ആ നോട്ട് ചെയ്യുന്നതെല്ലാം അവരവരുടെ അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്ത് അവരുടെ മാപ്പിൽ അത് അഡീഷൻസ് ഒക്കെ വരുത്തി കുറച്ചും കൂടി മാപ്പ് കറക്റ്റ് ആക്കാൻ അവർ നോക്കും. അപ്പോൾ the voyage by sailors and explorers like Columbus and Magellan led to the preparation of more accurate maps. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മാപ്പ് ഉണ്ടാക്കാൻ ഈ കൊളംബസിൻ്റെയും മെഗലൻ്റെയൊക്കെ കപ്പൽ യാത്രകളൊക്കെ സഹായിച്ചു കേട്ടോ. ഓക്കെ, നമുക്കിനി മോഡേൺ മാപ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ മോഡേൺ മാപ്സിൻ്റെ മോഡേൺ മാപ്പ് ഉണ്ടാക്കുന്നതിൽ ആ ഒരു ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഡേൺ മാപ്സിൻ്റെ ഫാദർ എന്ന് പറയുന്ന മെർക്കാറ്റർ എന്ന് പറഞ്ഞ ഒരാളെയാണ് കേട്ടോ. മെർക്കാറ്റർ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി അതെന്താണെന്ന് സംശയം തോന്നുന്നു അല്ലേ. കാർട്ടോഗ്രഫി എന്താണെന്ന് നമുക്ക് നോക്കാം. കാർട്ടോഗ്രഫി ഈസ് എ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. മാപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു
വിഭാഗത്തിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ആ ഒരു സയൻസിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ശരിക്കും മാപ്പ് മേക്കിംഗ് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്. ആ ഫീൽഡ് എന്ന് വെച്ചാൽ ശരിക്കും സ്റ്റഡി ചെയ്ത് അത് നമുക്ക് കണ്ടില്ലേ മാപ്പിൻ്റെ ഗ്ലോബിൻ്റെ മുകളിൽ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ വരച്ചിട്ടുള്ളത് അല്ലേ, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ ലൈൻസ് വരച്ചിട്ടുള്ളത് കണ്ടില്ലേ. അപ്പം ആ ഓരോ ലൈൻസിനും ഓരോ മെഷർമെൻ്റ് ഉണ്ട്, അത് ഓരോ പ്ലേസും എവിടെയാണ് കറക്റ്റായിട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു മാപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ. അപ്പോൾ അത് ശരിക്കും സ്റ്റഡി ചെയ്ത് ഒത്തിരി എഫേർട്ട് എടുത്ത് സയൻറ്റിഫിക്കലി വേണം അത് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു സയൻസ് ഒരു വിഭാഗമാണ്, ഒരു സയൻസിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ആ ഒരു മാപ്പ് മേക്കിംഗ് എന്നുള്ള ആ ഒരു സയൻസ് ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിലെ ആൾക്കാരെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു ആൾക്കാരെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ആ ഒരു സയൻസിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊരു പേരുണ്ട്, കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത് കേട്ടോ. കാർട്ടോഗ്രഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. കാർട്ടോഗ്രഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. വൺ ഹൂ പ്രിപ്പയേഴ്സ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. ആരാണോ മാപ്പ് ഉണ്ടാക്കുന്ന ആ ആൾ എന്തെന്നാണ് പറയുന്നത്, കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നു. അപ്പോൾ കാർട്ടോഗ്രഫി എന്താണ്, മാപ്പ് ഉണ്ടാക്കുന്ന ആ സയൻസിനെയാണ്, ആ ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. കാർട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ ആരാണോ മാപ്പ് ഉണ്ടാക്കുന്ന അയാളെ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നു കേട്ടോ. അപ്പം മെർക്കാട്ടർ ആരാണ്, മെർക്കാട്ടർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. മോഡേൺ കാർട്ടോഗ്രഫിയുടെ ഫാദർ എന്നാണ് പറയുന്നത്. മോഡേൺ മാപ്പ് മേക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു പിതാവ് എന്നാണ് മെർക്കാട്ടറിനെ അറിയപ്പെടുന്നത്. അതേപോലെ ഈ പേര് നോക്കിയ എബ്രഹാം ഓർത്തിലസ് ഹു പ്രിപ്പേർഡ് ആൻ അറ്റ്ലസ് ബൈ കമ്പൈനിങ് മെനി മാപ്സ്. എബ്രഹാം ഓർത്തിലസ് ആണ് അറ്റ്ലസ് ഉണ്ടാക്കിയത്. അറ്റ്ലസ് എന്താണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു അല്ലേ, ഒത്തിരി മാപ്പ് ഒന്നിച്ച് വെച്ചിട്ടുള്ളൊരു ബുക്കാണ് അല്ലേ അറ്റ്ലസ്. അപ്പോൾ നമ്മൾ രണ്ട് മോഡേൺ മാപ്സിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ആൾക്കാരുടെ പേരാണ് പറയുന്നത്, മെർക്കാട്ടർ, എബ്രഹാം ഓർത്തിലസും. ഓക്കെ, നമുക്കിന്ന് പഠിച്ചതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യായി. വാട്ട് ഈസ് എ മാപ്പ്? True representation of the features of Earth's surface on a two-dimensional plane is called a map. നമ്മൾ പറഞ്ഞു, ഇത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഒരു ഡെഫിനിഷനാണ്. ഓൾഡസ്റ്റ് മാപ്പ് ഏതാണ്? മെസപ്പൊട്ടേമിയൻ പ്ലേറ്റ്സ് അല്ലേ, നമ്മൾ കണ്ടില്ല 5000 years ago നമ്മൾ കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ പ്ലേറ്റ്സ് ആണ്. അത് ബേക്ക്ഡ് ക്ലേയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അനാക്സിമാൻഡറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ഹൂ ബിലീവ് ടു ഹാവ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് മാപ്പ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ കാർട്ടോഗ്രഫി എന്താണെന്ന് പറഞ്ഞു. കാർട്ടോഗ്രഫി ഈസ് എ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. വൺ ഹൂ പ്രിപ്പയേഴ്സ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. പിന്നെ മെർക്കാട്ടർ ആരായിരുന്നു എന്ന് പറഞ്ഞു. മെർക്കാട്ടർ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. എബ്രഹാം ഓർത്തിലസ് ആരായിരുന്നു എന്നും പറഞ്ഞു, ഹു പ്രിപ്പയർഡ് ആൻ അറ്റ്ലസ് ബൈ കമ്പൈനിങ് മെനി മാപ്സ്. ഓക്കെ.